ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ബ്രൈഡൽ വർക്കിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് കേട്ടോ വന്നത്. ഈ ഒരു വർക്ക് വന്നത് കൊയിലാണ്ടിന്നാണ്. അപ്പോൾ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ബ്രൈഡിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പം അവർ നമുക്ക് ഫുഡൊക്കെ തന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് നമുക്ക് ഫുഡൊക്കെ തന്നാണ്. ഈ ഒരു ബ്രൈഡ് ചൂസ് ചെയ്തത് സെമി ബ്രൈഡൽ ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈനും റേറ്റും ഒക്കെ ആദ്യം ഫിക്സ് ചെയ്തതുകൊണ്ട് ആ ഒരു സമയത്ത് വലിയ ടെൻഷൻ ഉണ്ടായില്ല. ഗ്രൂമിൻ്റെ വീട്ടിലെ കണ്ടു നമ്മൾ വർക്കിന് പോയത്. നോർമലി ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്നാണല്ലോ ഈ ഫങ്ഷൻസൊക്കെ ഉണ്ടാവുക. അത് ഞാൻ അവിടെ എത്തിയവരാണ് അറിയുന്നത്. ഇവരെ മാരേജ് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനും റിസപ്ഷനും ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരത് ലവ് മാരേജാണ്. കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബ്രൈഡിൻ്റെ വീട്ടിൽ ആദ്യമൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും സെറ്റായി. ഇപ്പം രണ്ട് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ട് അവർക്ക്. അങ്ങനെയാണ് ഇവരിപ്പം ഈ ഒരു റിസപ്ഷൻ വെക്കുന്നത്. അടുത്ത അമ്മ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഇവർ തമ്മിൽ നല്ല കോംബോ ആണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഇവരെ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അമ്മയും മോളും തന്നെ ആണെന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാണ് കേട്ടോ അറിയുന്നത്. അപ്പം നോർമലി അമ്മയും മോളും മാതിരിയുള്ള ടോക്കുകൾ അങ്ങനത്തെ ഇതൊക്കെ ആണുള്ളത്. ആ ഒരു കാര്യത്തിൽ അവൾ ലക്കിയാണ്. പിന്നെ അവിടെയുള്ള കസിൻസ് ആയാലും ഓരോ കുടുംബക്കാരായാലും നമ്മളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും വേണോ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ കഴിഞ്ഞ ബ്രൈഡൽ വർക്ക് ഇതുപോലെ കുറച്ചൊരു സ്പെഷ്യലായിരുന്നു. ലവ് മാരേജ് ആയാലും അതുപോലെ തന്നെ ഹിന്ദു ആൻഡ് മുസ്ലിം ആയാലും. അപ്പോൾ ഇവർ വീട്ടിൽ സമ്മതിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം കാത്തു നിന്നതിന് ശേഷമാണ് വീട്ടിൽ സമ്മതിച്ചത്. അങ്ങനെ രണ്ടാളെയും കൂടിയും സമ്മതം കൊണ്ടാണ് അവരെ കല്യാണം കഴിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റൻ്റെ പേജിൽ റീലിട്ടേരെ ഷെയർ ചെയ്തിരുന്നു. ഇൻസ്റ്റയിൽ ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഇൻസ്റ്റ ID. അതിലൊന്ന് ഫോളോ ചെയ്താൽ മതി. അയാഫ് ഹെന്ന എന്നാണ് എൻ്റെ ഹെന്നൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. ക്രാഫ്റ്റ് ഓഫ് അയാഫ് ആണ് ക്രാഫ്റ്റിൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. അങ്ങനെ ഒരു കൈയിൻ്റെ ഡിസൈനൊക്കെ കംപ്ലീറ്റ് ആക്കിയ ശേഷം നെക്സ്റ്റ് കൈയിൻ്റെത് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഫ്രണ്ടിലാണ് രണ്ടിൻ്റെ ഇടുന്നത്. അപ്പോൾ നമ്മൾ മെഹന്തി ഇടുമ്പോൾ അതാണ് കുറച്ചുകൂടി എളുപ്പം. രണ്ട് കൈയിൻ്റെ അടിയിൽ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ബേക്കിൽ നല്ലപോലെ പിടിച്ചിട്ടിടാനുള്ളത് എളുപ്പമാണ്. അങ്ങനെ രണ്ട് കൈൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തത്. ബാക്ക് സൈഡിൽ നമ്മളൊരു സെമി ബ്രൈഡൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഞാനും ബ്രൈഡ് ഒരു സൈഡിലിരുന്ന് മൈലാഞ്ചി ഇടുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഈ ബ്രൈഡ്സ് മെയ്ഡ്, അതായത് ബ്രൈഡ്സിൻ്റെ കസിൻസൊക്കെ ഡാൻസിൻ്റെ കാര്യം മൊത്തത്തിൽ തീരുമാനിക്കുകയാണ്. അവർക്ക് ഡാൻസിന് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ, അതുപോലെ പാട്ട് എഡിറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇവർക്ക് തീരെ ടൈമില്ല. ആകെ 1-2 ദിവസമേ ഇതിനുള്ളൂ, ഫങ്ഷനുള്ളൂ. പക്ഷെ ആരും സ്റ്റെപ്പ് ഫുൾ കംപ്ലീറ്റ് പഠിച്ചില്ല. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ നടന്നു കൊടുക്കുകയാണ്. അങ്ങനെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ മൈലാഞ്ചി ഇട്ടത്. ഈ കസിൻസൊക്കെ ആണെങ്കിൽ തന്നെ നല്ല എന്താ പറയുക ഫ്രണ്ട്ലിയാണ്. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡും കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാലാണ് കേട്ടോ ഒരു വിട്ടത്. പക്ഷേങ്കിൽ എൻ്റെ ചാർജർ അവിടെ വെച്ച് മറന്നുപോയി. വീട്ടിലെത്തി ഫോൺ ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ആ ഒരു വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിരുന്നു. ഫോൺ തീരെ ചാർജില്ല അതിനാദ്യം. അപ്പോൾ അവിടുന്ന് ചാർജ് ചെയ്ത് പിന്നെ അവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത് ഫോണിൽ തിരിച്ച് വരുമ്പോൾ കുറേ ഫോൺ കളിച്ച് അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും ചാർജ് മൊത്തം തീർന്നു. അങ്ങനെ ബ്രൈഡിനെ വിളിച്ച് പറഞ്ഞ് അവർ ചാർജറൊക്കെ എടുത്തിച്ച് പിറ്റേന്ന് പോയി ചാർജറൊക്കെ വാങ്ങിയിട്ട് വന്നു. ആൻഡ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നത്. ഇതുപോലത്തെ ബ്രൈഡൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായം.